കോളായിട്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാനോ അല്ലെങ്കിൽ പഴയ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആളുടെ നമ്മുടെ ഒരു ഇത് കാര്യങ്ങൾ റിലേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു വേടും കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ. അപ്പം ഇച്ചായൻ കുഞ്ഞാറ്റ അപ്പം അമല് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോസിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടണ്ട, കാരണം അമല് കാണുമെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടണ്ട. ഒരു അനിയന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കൂട്ടിയാൽ മതി. കാരണം നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഫാമിലിയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ ഇപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും എല്ലാവരുടെ കേസിലും അതുപോലെ അല്ല കേട്ടോ. ഇത് ജീവിതത്തിൽ അങ്ങോട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ഈഗോ, അപ്പം അതൊക്കെ കൊണ്ട് തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് ഈ ഇച്ചായനെയും കുഞ്ഞാറ്റയും എനിക്ക് തോന്നിയിട്ടുള്ളത്, അമലിനെയും ജിസ്ബിയെയും. അപ്പോൾ പുള്ളിക്കാരിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയാണ് ഇപ്പം കുറേ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വീഡിയോസിലൊന്നും ഒരു ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല, എന്താണ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്നുകൂടെ പറയുവാണ്, കാരണം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടണ്ട. കാരണം നമ്മളെ കൊണ്ട് നമ്മൾ പറയുന്ന ഇപ്പം ഒരു അനിയന് പറഞ്ഞു കൊടുക്കുന്ന, ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇവർ ഇപ്പോഴും സാധാരണ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീഡിയോസിനകത്തും ഞാൻ പറയുന്നത്, സാധാരണ ഫാമിലി വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് വന്നാൽ ഇപ്പം തന്നെ മുമ്പത്തെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രശ്നങ്ങൾ ഇപ്പം ബഷീറുമായിട്ടുള്ള, അപ്പോൾ ഞാനത് വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ ആ ഒരു ടോപ്പിക്ക്. കാരണം അത് ആവശ്യമില്ലാത്തൊരു വിഷയമായിരുന്നു. ആ ഒരു ടോപ്പിക്ക് എടുത്തിട്ടതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ബഷീർ ചെന്ന് കേസ് കൊടുത്തു, ഈ കൈസിനെതിരെയും അതുപോലെ മൂപ്പനെതിരെയും, പിന്നെ ഒന്ന് രണ്ട് പേരും കൂടെയൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ആവശ്യമില്ലാത്തൊരു ടോപ്പിക്കാണ് അവിടെ എടുത്തിട്ടത്. അങ്ങനെ എടുത്തിട്ടിട്ട് ചുമ്മാ പണി മേടിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ എന്താണെന്നറിയത്തില്ല. ഇവരോട് എല്ലാവർക്കും ഒരു സ്നേഹമാണ്, കാര്യമാണ്. എല്ലാവരും ഒരേ ഒരു സ്വരത്തിൽ പറയണം, നിങ്ങൾ പിരിയരുത്, നിങ്ങൾ ഒന്നിക്കണം മുമ്പോട്ട്. നിങ്ങളെ പിണക്കങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് ഒന്നിച്ച് ജീവിക്കുക. അതാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാനുള്ളതെന്നാണ് എല്ലാവരും, ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു കാര്യം. ഈ ഞാൻ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം അതുകൊണ്ട് പറയുവാണ് കേട്ടോ. അല്ലാതെ നിങ്ങളെ രണ്ടുപേരോടുമുള്ള ഇഷ്ടക്കേട് കൊണ്ടിട്ടല്ല, എന്നാൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ കാര്യത്തിൽ രണ്ടുപേരുടെ കയ്യിലും മിസ്റ്റേക്സുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്താണ്, ഏകദേശം ജനുവരി ഫെബ്രുവരി സമയത്താണ് ഞാൻ ആ വീഡിയോ കാണിക്കാം. കാരണം കുഞ്ഞാറ്റ വിദേശത്ത് പോകുന്ന സമയത്ത് അമലും എയർപോർട്ടിൽ പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ കരയുന്നതും യാത്ര അയക്കുന്നതും നിറകണ്ണുകളോടെ യാത്ര അയക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് കുഞ്ഞാറ്റ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പറയുന്നു, ഏകദേശം 2-2.5 കൊല്ലമായിട്ട് ഈ ഒരു നിയമ നടപടിയായിട്ട് ഡിവോഴ്സ് ആവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ചെറിയൊരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ പ്രശ്നം, ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അങ്ങനെ പിണങ്ങുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ജനുവരിയിൽ ഇവർ യാത്ര അയക്കാൻ പോകുന്നു, ഒരുമിച്ച് പോകുന്നു, കെട്ടിപ്പിടിച്ചു കരയുന്നു, അങ്ങനെ. അപ്പം അത്രയും സ്നേഹമുള്ള ആൾക്കാർ ഒരാഴ്ച കൊണ്ടിട്ട് ഡിവോഴ്സ് പേപ്പറൊക്കെ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു പ്രശ്നമാണ് ഇവരുടെ ഇടയിൽ. അപ്പോൾ അത് അവർ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ മുമ്പോട്ടുള്ള ലൈഫും ആ ഒരു വിജയത്തിലേക്ക് പോത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ ഇവിടെ വെച്ച് ലൈഫ് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ, രണ്ടുപേരും രണ്ട് വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ഹേറ്റേഴ്സ് ഇവർക്കുണ്ടാവും, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും അമൽ ഇന്നിട്ടേക്കുന്ന വീഡിയോയുടെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അമലിൻ്റെ ആദ്യത്തെ 2 വീഡിയോയും ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ജെന്യുവനായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ ഓണസ്റ്റായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം അമൽ ഒരു
പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളിയുടെ സംസാരമെല്ലാം കേട്ടിട്ടും, കാരണം പേഴ്സണലായിട്ട് എനിക്ക് അറിയാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ രണ്ടുപേരെയും പേഴ്സണലായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഒരാളെ കണ്ട് അയാളെ സംസാര രീതിയും അയാൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അയാളിൽ നിന്ന് മനസ്സിലായത് എന്താണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ആ രീതി വെച്ചിട്ട് പറയുവാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുള്ളി പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്. പുള്ളിയുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആരെങ്കിലും ആണെങ്കിൽ വന്ന് അക്സെപ്റ്റ് ചെയ്യൂ. ഇങ്ങനൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും എതിരെ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ എല്ലാവരും നോക്കും. പക്ഷെ പുള്ളി ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും പുള്ളിയുടെ ഭാഗം പുള്ളി ക്ലിയർ ചെയ്തു. എനിക്ക് തെറ്റ് പറ്റി, നിങ്ങൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മുമ്പിൽ ഞാൻ വന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അമലിനെയും കുഞ്ഞാറ്റെ ഇഷ്ടപ്പെടുന്ന, ഇവരെ വീഡിയോസിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവരുടെ മുമ്പിൽ അത് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞു. മനസ്സിലാവേണ്ട ആൾക്കാർക്കും മനസ്സിലായി. പിന്നെ അടുത്തൊരു വീഡിയോ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നൊരു വീഡിയോ വരുന്നു, പുതിയൊരു വീഡിയോ വരുന്നു. അപ്പോൾ ഈ രണ്ട് വീഡിയോ, ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാരിടയ്ക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർ വേറെ രീതിയിൽ ചിന്തിക്കും. ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതും, ഈ ഒരു പ്രശ്നം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനാണല്ലോ, ആ കുഞ്ഞാറ്റയുടെ പുള്ളിക്കാരിയെ കരിവാരി തേക്കാനും ചെളിവാരി എറിയാനും വേണ്ടിയിട്ടാണല്ലോ എന്ന് ആൾക്കാർക്ക് തോന്നിത്തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, അമലെ ഇത് ഞാൻ കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഒന്നിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ രണ്ട് വഴിക്ക് പോവാതിരിക്കുക. ലൈഫാണ്. കാരണം നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. അമലിന് 28 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് ഒരുമിച്ച് ജീവിക്കുക. കമൻറ്റ് നോക്കി ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിണറ്റി ചാടാൻ തോന്നും. ആ രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ കമൻറ്റ് വായിച്ചിട്ട് ഇറങ്ങിപ്പോയി കിണറ്റി ചാടേണ്ട അവസ്ഥയാണല്ലോ വരുന്നത്. കമൻറ്റ് വായിക്കുക, വിടുക. ഇവിടുന്ന് സാധനം വായിച്ചിട്ട് ഇവിടെ വെക്കുക, ഇവിടെ നിന്ന് വിടുക. അതാണ് വേണ്ടുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞങ്ങ് കളയുക. അതാണ് വേണ്ടത്. കമൻ്റ് എല്ലാം നോക്കിയിട്ട് ജീവിക്കുന്നു. ഇത് കുഞ്ഞാറ്റയ്ക്ക് പറ്റിയൊരു കേസാണ്. പുള്ളിക്കാരിയുടെ പഴയ വീഡിയോസിനകത്തൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്, കമൻറ്റ് നോക്കി എനിക്ക് ആകെ പ്രാന്ത് പിടിച്ച് ഞാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയെന്ന്. അതാണ് പ്രശ്നം. കമൻ്റ് അങ്ങ് ഒഴിവാക്കും. ഈ അമലിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുത്തിയിരുന്ന് കമൻറ്റ് വായിക്കും. കമൻറ്റ് വായിച്ചിട്ട് അതാണ് ആ കമൻറ്റിൽ നടന്നെയാണ് ജീവിതമെന്ന് പുള്ളി അങ്ങ് സ്വയമേ വരുത്തി അങ്ങ് തീർത്തിട്ട് അതുകൊണ്ട് പുള്ളി മുമ്പോട്ടങ്ങ് പോകാമെന്നാണ് എനിക്കിപ്പോൾ തോന്നിയത്. ലൈഫ് സത്യം പറഞ്ഞാൽ ലൈഫ് തകർത്ത് കളയാൻ എളുപ്പമാണ്. അത് കൂട്ടി മുട്ടിപ്പിക്കാനാണ് ഇച്ചിരി പാട് കേട്ടോ. നിസ്സാര ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ലൈഫ് തകർക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരാളെ മാത്രം കുറ്റം പറയുന്നത് ശരിയില്ല. ഇപ്പോൾ കുഞ്ഞാറ്റയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുഞ്ഞാറ്റ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണും. അവർ കുഞ്ഞാറ്റയുടെ സൈഡ് മാത്രമേ നിന്ന് സംസാരിക്കൂ. അമലിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കത്തില്ല. അമൽ എന്നൊരു വ്യക്തി എന്താണെന്ന് അറിയണമെങ്കിൽ അമലിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പം ഞാനായാലും നമ്മളായാലും ഒരുമിച്ച് പോകുന്ന സമയത്തായാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ രണ്ടുപേരുടെ കയ്യിലും മിസ്റ്റേക്കുകൾ വന്നിട്ട് മാത്രമാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരാളെ കയ്യിൽ നിന്ന് മാത്രം ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ രണ്ടുപേരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ടുപേരെ ഭാഗത്തും മിസ്റ്റേക്ക് കാണും. ആരെങ്കിലും ഒരാൾ ഇപ്പം ശരിയാണ്, ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ച് ചില തെറ്റുകളൊക്കെ പറ്റാറുണ്ട്. അത് റിപ്പീറ്റായിട്ടും പറ്റാറുണ്ട്. പക്ഷേ ആ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്താണ് നമ്മളവിടെ പുറത്തു കൊടുക്കേണ്ടത്. ഇപ്പം പുള്ളിക്കാരൻ 2-3 വീഡിയോസിനകത്ത് നമ്മൾ തെറ്റ് പറ്റിയതെല്ലാം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, പറയുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇനി കുഞ്ഞാറ്റയുടെ ഭാഗത്തു നിന്നാണ് ഈ കാര്യം ക്ലിയർ ചെയ്യേണ്ടത്. പുള്ളിക്കാരി അതിന് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവണം. അതേ എനിക്കും പറയാനുള്ളൂ. പുള്ളിക്കാരൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമലിൻ്റെ ഞാൻ ഇതുവരെ കമൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് അമൽ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു ജീവിതം വേണ്ട, എനിക്ക് എൻ്റെ വഴി, പഴയതൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു ലൈഫുള്ളതാണ്, അതാദ്യം മനസ്സിലാക്കും. ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെയൊക്കെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങൾ ഒരാൾ മാത്രം ചേർന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കിട്ടത്തില്ല. മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാൽ മാത്രമേ ആ ഒരു ഐഡൻറ്റിറ്റി കിട്ടൂ. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം
പുള്ളിക്കാരി ഇട്ടേക്കുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൽ ഇട്ടേക്കുന്ന വീഡിയോയുടെ ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, അമലിന് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം പറയാൻ കാണും. കാരണം കുഞ്ഞാറ്റ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതാണ് ഈ പ്രശ്നമായത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടല്ലായിരുന്നു എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം ഇട്ടുകൊണ്ടാണ് ഇപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഈ അമലിനെ കുറ്റക്കാരനാക്കും. പിന്നെ കമൻറ്റുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക. അമൽ എന്തെങ്കിലും വീഡിയോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ കമൻറ്റ് ഇടും. അപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയക്കും, കുഞ്ഞാറ്റയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വരും. സ്വാഭാവികമാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം കുഞ്ഞാറ്റ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ അമൽ വന്ന് രംഗത്ത് വന്ന് സംസാരിക്കുന്നു. ഇപ്പം കുഞ്ഞാറ്റ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കുഞ്ഞാറ്റ അങ്ങനെ ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ ഇടവരുത്തിയോണ്ടല്ലേ അമലിപ്പം വന്നിട്ട് സംസാരിക്കുന്നത്. അങ്ങനെയും ചിന്തിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. രണ്ടുപേരും ഒന്നിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇവർ രണ്ടുപേരെയും അടിച്ചു പിരിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. സന്തോഷമായിട്ട് ഇവർ മുമ്പോട്ട് പോട്ടെ, അതേ പറയാനുള്ളൂ. അപ്പം ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണോ? ഡ്രഗ് അഡിക്റ്റഡ്, ഇതിപ്പോൾ ഈ ഒരു വിഷയം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തമ്പനയിലിൽ ഡ്രഗ് അഡിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമൽ സ്റ്റോറിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ സ്റ്റോറിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചോദ്യചിഹ്നോട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രഗ് അഡിക്റ്റഡ് ആണെന്നല്ല പറഞ്ഞേക്കുന്നത്, ആണോ എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ആ ഒരു വീഡിയോ ഞാനാണ്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന വ്യക്തി ഞാനാണ്. അതൊക്കെ കാണിച്ചുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന വ്യക്തി ഞാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ അത് ഏറ്റുപിടിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതിൽ വന്നൊരു കമൻറ്റ് അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതിനകത്ത് ഒരു പുള്ളിക്കാരി ഇട്ടേക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ ചിലപ്പോൾ അറിയാവുന്ന കുട്ടിയായിരിക്കും ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി. അപ്പോൾ അവർ അങ്ങനെ അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ഒരു കോൺഫിഡൻസ് ആയിട്ട് കമൻ്റ് ഇട്ടേക്കുന്നതും. അതുപോലെ കുഞ്ഞാറ്റായന് ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ കമൻറ്റിനും. വേറെ ഒരു കമൻറ്റും ലൈക്ക് അടിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കമൻറ്റിനൊക്കെ പുള്ളിക്കാരി ലൈക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി അത് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമലിൻ്റെ കുറച്ച് ചാറ്റ് കുഞ്ഞാറ്റ പിടിച്ചു. വൾഗർ ചാറ്റിൻ്റെ ഫ്രണ്ട് വൾഗർ ചാറ്റ് ഇവൻ ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്കല്ല, ഇവരുടെ ഫാൻ പേജ് നടത്തിയ പെൺപിള്ളേർക്ക് മോശമായി അവൻ അയച്ചിട്ടുണ്ട്. വീണ്ടും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം കുഞ്ഞാറ്റ എടുത്തെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് മാത്രമല്ല, അവൻ ഡ്രഗ് അഡിക്റ്റഡ് ആയിരുന്നു. ആ കുട്ടി ഒന്നും പുറത്തു വിടാത്തത് അവളുടെ മര്യാദ കൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് ഇവർ പിരിയാനുള്ള വിഷയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഡ്രഗ് അഡിക്റ്റഡ് ആണോ, ഇനി ഇപ്പം മെസ്സേജ് അയച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ആരും കയറി പീഡിപ്പിക്കാനൊന്നും നിന്നിട്ടില്ലല്ലോ. പുള്ളിക്കാരൻ അത് തെറ്റിപ്പം മനസ്സിലായിട്ടുണ്ട്. പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരാളായിട്ട് മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം കഴിഞ്ഞ 2 വീഡിയോ വരെ അമലിൻ്റെ വീഡിയോയിൽ ഓക്കെ ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ മൂന്നാമത്തെ വീഡിയോ ഇട്ട് എങ്ങോട്ടോ വീണ്ടും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ പബ്ലിക്കായിട്ട് ചെളിവാരി എറിയുന്ന കൂട്ടത്തിൽ ഇവർ വന്നിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനകത്ത് ഇവർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അത് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമൽ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റെ അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കും. കുഞ്ഞാറ്റയും വീണ്ടും ആയിട്ട് വരും, ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വീഡിയോ ഇട്ട് ആകെ പ്രശ്നങ്ങളാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അമലിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടെ ചെയ്തിട്ട് നിർത്തിയിട്ട് പിന്നെ അമലിൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക. അതാണ് വേണ്ടുന്നത്. ഇപ്പം രണ്ടാമത്തെ വീഡിയോയിൽ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓരോ വീഡിയോയിലും ഇങ്ങനെ ഈ വിഷയങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അമലിനെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു കുറ്റക്കാരനാക്കത്തേ ഉള്ളൂ. ഓൾറെഡി തെറ്റേറ്റു പറഞ്ഞു, അവിടെ ക്ലിയർ ചെയ്ത് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യാൻ അറിയാൻ കഴിയുന്ന ആൾക്കാരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റിയ തെറ്റ് ഏറ്റു പറയുന്നിടത്താണ് നമ്മളെ വിജയം. ഓക്കെ, എന്തായാലും അമൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരോടും അല്ല, കുറച്ച് പേരോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നാന്ന് വെച്ചാൽ
കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കോളായിട്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാനോ അല്ലെങ്കിൽ പഴയ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആളുടെ നമ്മുടെ ഒരു ഇത് കാര്യങ്ങൾ റിലേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു വേടും കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് പറയാം കേട്ടോ. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ആ ഒരാൾ എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് പലതും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ആ ആൾ നിങ്ങളോടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കരുത് പ്ലീസ്. എനിക്ക് ആ കാര്യങ്ങളൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല. പിന്നെ പറയുന്ന രീതിയിലുള്ള പലരും ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പറയണേ. ഭയങ്കരമായിട്ട് നമ്മൾ ഒരു അതായത് ഇങ്ങനെ കുത്തി പറയില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ചിലതും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ ചിലവരോടൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട വീഡിയോ മാത്രം കണ്ട് പറയുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം അവരെ ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. കാരണം എല്ലാം ഞാൻ സമ്മതിച്ച് ഞാൻ ഹേറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിന് രണ്ട് വശങ്ങളുള്ള പോലെ തന്നെ എൻ്റെ ഭാഗത്തും കുറേ കാര്യങ്ങളുണ്ടാവും, അവിടെയും കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗങ്ങൾ ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് മറ്റേ ആളുടെ ഭാഗം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാനത് പറഞ്ഞിട്ടോ എനിക്കതുകൊണ്ട് നഷ്ടം മാത്രമല്ല, എനിക്കതുകൊണ്ട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളിലോട്ടുണ്ടാവും. മനസ്സിലായോ? എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാവാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ഞാനൊരു 2 ആഴ്ച എങ്ങനെയായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്, റൂമിൽ എങ്ങനെ, എൻ്റെ വീട്ടിലെന്തായിരുന്നു അവസ്ഥ. ഓക്കെ, അമൽ പറയുന്നത് കറക്റ്റാണ്. ഒരു കോയിന് രണ്ട് വശമുണ്ട്. അപ്പോൾ രണ്ട് വശവും കേട്ടിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പം വീഡിയോയുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ റിയൽ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പം ഈ പറയുന്ന പോലെ ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്, അമൽ ജോലിക്ക് പോകുന്നില്ല. അപ്പം ജോലിക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമൻറ്റിൽ ഈ കുഞ്ഞാറ്റ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അതല്ല പ്രശ്നം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ചാറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നും അതും ഒരു ഭാഗത്ത് ശരിവയ്ക്കാം. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം അമൽ ഇനി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് അമലിന് അതൊരു നെഗറ്റിവിറ്റി കൂടുതൽ ഉണ്ടാക്കത്തേ ഉള്ളൂ. കാരണം എനിക്ക് ഈ വീഡിയോ എന്ന് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 4 വീഡിയോയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് അമൽ ഇട്ടത്. അമലിനോട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, അല്ലാതെ കുറ്റമായിട്ട് ഇത് എടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വീഡിയോയും ആണ്. ആദ്യത്തെ വീഡിയോ ഞാൻ അക്സെപ്റ്റ് ചെയ്ത്, നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത്, സത്യം പറഞ്ഞാൽ ആ ഒരു വിഷമത്തിൽ, കാരണം എനിക്കത് മനസ്സിലാവും. കാരണം ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം മനസ്സിലാവും, അവർക്കെല്ലാം അറിയാവുന്നതാണ്. ഫാമിലി ആയിട്ട് ജീവിക്കുന്ന, കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം. കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നെല്ലാം അറിയാം. അതെങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ആ വീഡിയോ ഞാൻ അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ്. രണ്ടാമത്തെ വീഡിയോയും അത് അക്സെപ്റ്റ് ചെയ്തു. മൂന്നാമത്തെ വീഡിയോ ഇട്ട് എനിക്ക് അങ്ങോട്ട് ഇത് കാരണം ആ ഒരു പോക്ക് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം മൂന്നാമത്തെ വീഡിയോയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പം 4ാമത്തെ വീഡിയോ വന്നപ്പോഴും വീണ്ടും അതേ ടോപ്പിക്ക് തന്നെയാണ്, കുഞ്ഞാറ്റയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പം അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ടിട്ട് അവസാനിക്കണം. കാരണം അമലിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് എല്ലാം എന്താണ് കുഞ്ഞാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയിൽ ഇട്ടത് തീർത്ത് അവിടെ ക്ലോസ് ചെയ്യണം ചാപ്റ്റർ. അതാണ് വേണ്ടുന്നത്. ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും തോറും നിങ്ങളും മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഇഷ്യൂസ് കൊണ്ട് പബ്ലിക്കിലിട്ട് സ്വയം ചാണകം വാരി പൊത്തുന്ന പോലെയാണ് ഇപ്പം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുത്തിത്തിരിപ്പുണ്ടാക്കത്തേ ഉള്ളൂ. അടിച്ച് പിരിഞ്ഞ് 2 വഴിക്ക് പോകുന്നത് വരെ കണ്ടിട്ട് മാത്രമേ ആൾക്കാർക്ക് സമാധാനം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ഒന്നിക്കണം എന്നാണ് എല്ലാ ആൾക്കാരും, ഈ ഞാനുൾപ്പെടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കണം, നിങ്ങളോട് എന്തുമാത്രം ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അമൽ ഈ ഒരു വീഡിയോ കൊണ്ടിട്ട് ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ കുഞ്ഞാറ്റയാണ് ഇത് പ്രശ്നമാക്കിയത്. അല്ലെന്നല്ല, കുഞ്ഞാറ്റയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ഇതിന് ഒരു കുഴപ്പമുണ്ടാക്കി. ഇതുവരെ ആൾക്കാരൊന്നും ഇതിനെ പറ്റിയിട്ട് ചോദിക്കുകയോ അറിയുകയൊന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊണ്ടിടുന്നതും ഒരു വീഡിയോ ഇടുന്നതും രണ്ടും തുല്യമായിട്ടാണെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം ഒരു വീഡിയോ ചെയ്ത് പറയുന്നതും കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പറയുന്നതെല്ലാം ഓക്കെയാണ്. പിന്നെ അത് മാത്രമല്ല കുറേ കമൻറ്റിലൂടെയും കൊണ്ട് കുറേ അത് കൊടുക്കുന്നുണ്ട്, ലൈക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇത് ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് നേരെ അമലിൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടിൽ അവിടെ എവിടെയും ചെന്നിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ കമൻറ്റും ചീത്ത വിളിയും തെറിവിളിയും, നീ അങ്ങനെ ചെയ്തോണ്ടല്ലേ അതങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരാണെങ്കിലും പൊട്ടിത്തെറിക്കും. മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 500 മെസ്സേജ്, ഒരു 500 തെറിയൊക്കെ വന്ന് നടക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തലുകൾ വന്ന് നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പ്രതികരിച്ച് പോകും. മനുഷ്യനാണ്, പ്രതികരിക്കും. അപ്പം എനിക്ക് ഇപ്പോൾ അമലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അമലിന് അത്
പ്രതികരിക്കണമെന്നും ഉണ്ട്, പ്രതികരിക്കേണ്ടെന്നും ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വാലും തലയില്ലാതെ സംസാരിക്കുന്നു പറഞ്ഞില്ലേ. അപ്പം രണ്ട് ഇതിൽ പുള്ളി നിൽക്കുവാണ്. പുള്ളിക്ക് പറയണോ പറയണ്ടയോ എന്നൊക്കെ ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുവാണ്. എന്തായാലും പുള്ളി പറയുന്ന ബാക്കി കാര്യം കൂടെ കേട്ടുപോകാം. കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട് എന്നെക്കുറിച്ച് അറിയുന്നത്. ആ വ്യക്തികൾ ആരെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക, ആ വ്യക്തികളോട് ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, എൻ്റെ വീട് മുരിക്കാശ്ശേരിലാണ്, ഇടുക്കി മുരിക്കാശ്ശേരിലാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നാൾ വരെ എവിടെയായിരുന്നു എന്നുള്ളത് വരെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം. കുറേ ഡീറ്റെയിൽ ഇത്ര അറിയാവുന്ന ആൾക്കാർക്ക് എന്തായാലും അതും അറിയാലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അന്വേഷിക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഒരാൾ എങ്ങനെയാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യം ഓർക്കാൻ പോലും താല്പര്യമില്ല. സത്യമായിട്ട് പറയണം, എനിക്ക് ആ കാര്യം ഓർക്കാൻ പോലും താല്പര്യമില്ല. ആ ആൾ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ അറിയുന്ന ആളുകളോട് നേരിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന് ഞാൻ ഒരിക്കലും ഒരാളെ തെറ്റു പറയത്തില്ല. കാരണം അറിയാനുള്ള ക്യൂരിയോസിറ്റി കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ദൈവത്തെ ഓർത്ത് എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്. എനിക്കത് പിന്നെ വേറെ കുറേ പേര് പറഞ്ഞു, ആളിൻ്റെ ആളുകൾ എന്നെക്കുറിച്ച് അത് പറയുന്നുണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കാം. ദൈവം സഹായിച്ച് എനിക്കിപ്പം ഒരു അഡിക്ഷനും എനിക്കില്ല. അതിനുള്ള തെളിവ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരും. കാരണം നമുക്ക് ചില നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരാളോട് അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അഡിക്ഷനും ഇല്ല, ഒരു കോപ്പില്ല. അതൊക്കെ എടുത്ത് കാട്ടി കളഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ മാത്രമാണ് കാണുന്നുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന എന്നെ മാത്രമാണ് നിങ്ങൾ കാണുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്കത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. നമ്മളിതൊരു കാര്യം തുടങ്ങി, ഞങ്ങളുടെ ലൈഫ് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ വന്നേക്കുന്ന കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു 24 മണിക്കൂറിന് ചിലപ്പോൾ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ചിലപ്പോൾ 1-2 മിനിറ്റുകൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നു, റീലല്ല റിയൽ എന്നുള്ളത്. അത് നിങ്ങൾക്കൊരു എൻ്റേതായ രീതിയിൽ ഞാനൊരു ചെറിയൊരു തോട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റേതായ രീതിയിലൊരു മറുപടിയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഒരാളുടെ പറമ്പിലൊരു മരം നട്ടു. അതായത് എനിക്കന്ന് ആ ആളോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയാളുടെ പറമ്പിലൊരു മരം നട്ടു. അതൊരു കായും പൂവും ബലവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മരമായിരുന്നു കേട്ടോ. അപ്പോൾ ആ മരം ഞാൻ അവരുടെ പറമ്പിൽ കൊണ്ടുപോയി നട്ടു. കുറേ നാൾ ഞാനത് പരിപാലിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മരം വളർന്നു, കായ്ച്ചു, പൂവിട്ടു, കായ്ച്ചു. അത് കായും പഴങ്ങളും കാര്യങ്ങളൊക്കെ തന്നു തുടങ്ങി കഴിഞ്ഞപ്പം അതായത് ആ പറമ്പിൽ കൊണ്ടുപോയി എൻ്റെ ഇതിൽ ഞാൻ മരം നട്ടിട്ട് ആ മരം കായ്ച്ച് ഇതായി വന്നിട്ട് ആ മരം കായ്ച്ച് ബലം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഒരു നാൾ ആ ആൾ ഞാനും തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ ആൾ പറയാണ്, ഇനി ഇതെൻ്റെയാണ്, ഞാനാണ് ഇത് ചെയ്തതെല്ലാം, ഇതിൻ്റെ ബലങ്ങളും കാര്യങ്ങളും എൻ്റെയാണെന്ന് പറഞ്ഞാൽ സീരിയസ്ലി അയാളുടെ പറമ്പായതുകൊണ്ട് തന്നെ അത് അയാളുടെ തന്നെയാണ്. എനിക്കതിൽ അധികാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഞാൻ ആ മരം നടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കൈത്താങ്ങെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിലോ, അയാൾ നമ്മുടെ ലൈഫിൽ അമല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയുടെ മുമ്പിൽ കാണുന്ന എല്ലാ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അല്ലാതെ ഈ കമൻ്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തിരുന്നോ ഇങ്ങനെ ചെയ്തിരുന്നോ തീർച്ചയായും വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള മോശമായിട്ടുള്ള ചാറ്റ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായിട്ട് മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാൻ ഇപ്പം ഈ അമല് കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. കമ്മ്യൂണിറ്റി പോസ്റ്റും പിന്നെ മറ്റേ ആ കമൻറ്റും, മെയിനായിട്ട് ആ കമൻറ്റ് കേട്ടോ. അപ്പം അങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പം പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ ആളടുത്ത് നിന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളടുത്ത് നിന്ന് ചോദിക്കുക, എന്നെ ശല്യപ്പെടുത്തരുത്. ശരി, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നിരന്തരമായിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളെ എക്സ്പോസ് ആയി പോകും. നമ്മളെ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ സൈഡിൽ നിന്നുള്ളത് നമ്മൾ എക്സ്പോസ് പറഞ്ഞു കളയും. അപ്പം പറയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ അതും കൂടെ കുറ്റമാക്കി എടുത്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ട് നിങ്ങളെ ഇപ്പം പരസ്പരം ചെളി വാരി എറിഞ്ഞില്ലേ, നിങ്ങളല്ലി കൊണ്ട് വീഡിയോ ഇട്ടത്, നിങ്ങളല്ലി ചെളി വാരി എറിഞ്ഞത് പിന്നെ കുറ്റം പറയാനും ആൾക്കാർ വരും. ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥ, ഒരു കാര്യവും അങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയും, പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമാണ്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമാണ്. ആ ഒരു അവസ്ഥയാണ് ഇപ്പം പുള്ളിക്കാരന് അമലിന് നേരിടേണ്ടി വന്നിട്ടുള്ളൊരവസ്ഥ. അല്ലേ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മിണ്ടരുതായിരുന്നു. ഇപ്പം കുഞ്ഞാറ്റയുടെ ഭാഗത്ത് ആ ഒരു ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ, കുഞ്ഞാറ്റയുടെ ഭാഗത്ത് വെച്ചിട്ട് മിസ്റ്റേക്ക് പുള്ളിക്കാരുടെ ഭാഗത്ത് വന്ന്, നേരെ മറിച്ച് അമലാണ് ഈ കാര്യം കൊണ്ടിട്ടെങ്കിൽ അമലിനെ കുറ്റം പറയായിരുന്നു. പക്ഷേ ഇപ്പം അമലിൻ്റെ ഭാഗത്തല്ല തെറ്റെന്ന് ഇപ്പം
ഏകദേശം കാരണം ആ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലായത്. അല്ലെങ്കിൽ പുള്ളിക്കാരെ അത് ക്ലിയർ ചെയ്ത് വിടണം, അതാണ് വേണ്ടുന്നത്. പുള്ളിക്കാരി ഒന്നും ക്ലിയർ ചെയ്യാതെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ഈ കമൻറ്റിനൊക്കെ വേണ്ടുന്ന കമൻറ്റിന് മാത്രം റിപ്ലൈ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്കാരനത് ഒരുപാട് പേര് പുള്ളിക്കാരന് പഴി ചാരത്തേ ഉള്ളൂ. പിന്നെ ഡ്രഗ് അഡിക്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് പുള്ളി തെളിവെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു ഒരു ഐ ഡിയിൽ നിന്ന് വന്നൊരു കമൻറ്റിൻ്റെ കാര്യമാണ് പുള്ളി പറയുന്നത്. ആ ഒരു തെളിവ് പുള്ളിക്കാരൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരും കുഞ്ഞാറ്റയുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരും ആ കമൻ്റൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ടെന്ന് പറയാം. സത്യം പറയാം, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് കരുതി ഇതൊക്കെ ആ കമൻറ്റിൽ കുഞ്ഞാറ്റ ലൈക്ക് അടിച്ചിട്ടുള്ള കാര്യമാണ്, ഇല്ലെന്നല്ല, ഉള്ള കാര്യം തന്നെയാണ് അതിനകത്ത് നമ്മളായാലും വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് കമൻറ്റിനകത്ത് പറഞ്ഞേക്കുന്നൊരു കാര്യം കുഞ്ഞാറ്റ ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നാണ് അർത്ഥം. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവ് പുള്ളിക്കാരൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കമൻറ്റിൻ്റെ തെളിവ്, അത് പറഞ്ഞിട്ടുള്ള തെളിവൊക്കെ തെളിവായിട്ട് പുള്ളിക്കാരൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ സഹായിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. ഇപ്പം കുഞ്ഞാറ്റ വന്ന സമയത്തൊക്കെ പുള്ളിക്കാരനും ഹെൽപ്പ് ചെയ്ത് കാണുമല്ലോ, വീഡിയോ എടുക്കാനായാലും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പുള്ളിക്കാരനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇല്ലെന്നല്ല, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം ഒരുപാട് അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു, മുമ്പേ ഒന്നും വീഡിയോയുടെ മുമ്പിൽ കണ്ടിട്ടില്ലല്ലോ, വീഡിയോയുടെ മുമ്പിൽ വരാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ആളെന്ത് ഇപ്പം വീഡിയോ ആയിട്ട് മുമ്പേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ ആയിട്ട് വരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാർക്കുള്ള മറുപടിയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയുന്നുള്ളൂ, ഞാൻ രണ്ടുപേരെയും കുറ്റവും പറയുന്നില്ല, സപ്പോർട്ടും ചെയ്യുന്നില്ല. രണ്ടുപേരെ ഭാഗത്തും ഈക്വലായിട്ടുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരെ ഒരു ഫാമിലി ഇഷ്യൂ ഇങ്ങനെ അങ്ങ് പോകുന്നത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാളെ പറമ്പായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കായ്ഫലങ്ങളൊക്കെ പിന്നെ അയാൾക്കുള്ളതാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞാറ്റയുടെ ആയിരുന്നു യൂട്യൂബ് ചാനലും കാര്യങ്ങളും. കാരണം ഇവരെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഈ ചാനൽ അത്ര റീച്ച് ഇല്ലായിരുന്നു. പക്ഷേ ഇവരെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവരെ ചാനൽ റീച്ച് ആവുന്നത്. ഏകദേശം കൊറോണ സമയമൊക്കെ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇവരെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ചാനൽ തന്നെ റീച്ച് ആവുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് കൊണ്ടിട്ട് മാത്രമാണ് ആ ഒരു ചാനൽ വളർന്നതും പിന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതും എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം പുള്ളി പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരിയുടെ പേരിലെടുത്ത ഐഡിയ ആണ്, പുള്ളിക്കാരിയുടെ പേഴ്സണലായിട്ടുള്ള ചാനലാണ്. അപ്പം ആ ചാനലിൽ കൂടെയാണ് ഇവർ രണ്ടും വന്നത്. അപ്പം പിന്നെ അതിനകത്ത് അവകാശം പറയുന്നത് എങ്ങനെയെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അതിനകത്ത് അവകാശം പറയാൻ പറ്റത്തില്ലല്ലോ, പുള്ളിക്കാരിയുടെ ചാനലായതുകൊണ്ട് പുള്ളിക്കാരി അതെടുത്തുകൊണ്ട് പോയി, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പുള്ളിക്കാരി പോയി എന്നാണ് അമൽ പറയുന്നത്. അത് ഞാൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ശരിയായിരിക്കും, പുള്ളിക്കാരൻ വീഡിയോ എടുത്തു കൊടുക്കാനായാലും സപ്പോർട്ട് എഡിറ്റ് ചെയ്യാനായാലും കൂടെ നിന്ന് വീഡിയോ ഇടാനും ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും ഇനി ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. അപ്പം അടുത്ത പാർട്ടിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം see you guys.